ഞങ്ങൾ ഇവിടെ വരാൻ കാരണം എൻ്റെ അനുജൻ മുഖേനയാണ് ഇവിടെ വരാൻ കാരണം. കാരണം അനുജന് ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം വന്നിട്ട് ജോലി സ്ഥലത്തു നിന്ന് അവനെ പറഞ്ഞു വിട്ടു. അവന് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഈ ബ്രദറിൻ്റെ ധ്യാനത്തിൽ കൂടെ അവൻ സൗഖ്യമായി. അങ്ങനെ അവൻ ആ സൗഖ്യമായിപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ചേട്ടനൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 2022 ഒക്ടോബറിൽ ഇവിടെ വന്നു. ഞങ്ങൾ ഏകദേശം ഒരു 12 വർഷത്തോളമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളിൽ കുറച്ച് ബാധ്യതകളും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ ധൈര്യമായിട്ട് എഴുതി വെക്കണം, ഇപ്പം പറയണം, എന്ന് നിൻ്റെ വീട് നിനക്ക് വേണം അല്ലെങ്കിൽ ഞാൻ താമസമാക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുതി വെച്ചു. ഞങ്ങളുടെ പള്ളിയിൽ പുത്തഞ്ചിറ ഫൊറോന പള്ളിയാണ്. അപ്പോൾ 19-20 സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ്, ഡേറ്റിൽ വരുന്നതാണ്. ആ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് താമസിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് എഴുതി വയ്ക്കുകയായിരുന്നു. കർത്താവ് നീ ധൈര്യമായിട്ട് പൊക്ക, കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഈ ജനുവരി 24 17-ാം തീയതി ഞങ്ങൾ ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസാക്കാൻ സാധിച്ചു. കാരണം ആദ്യം ഈ 12 വർഷം മുന്നേ ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു വീട് പണിയാനായിട്ട് നോക്കി, തറയൊക്കെ കെട്ടിയിട്ടു. പക്ഷേ ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സ്ഥലം വിൽക്കേണ്ട വന്നു. അവസാനം വേറൊരു സ്ഥലം, അതിലും ചെറിയൊരു സ്ഥലം വാങ്ങിച്ചിട്ടാണ്. പിന്നെ അതും വിൽക്കാൻ നോക്കിയിട്ടും അതും നടക്കുന്നില്ല. എന്തെന്നറിയില്ല, ബ്ലോക്കായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നിനക്ക് അവിടെ തന്നെ വീട് പണിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പണിതു. ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഭവനായിട്ട് മാറി കിട്ടി. ദൈവത്തിന് കോടാനുകോടി നന്ദി. സ്വന്തമായിട്ട് ഒരു ഭവനമില്ലായിരുന്നു. 12 വർഷമാണ് വാടക വീട്ടില്. ഈ ചുറ്റടിയിൽ വന്നു പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതമായിട്ട് ഭവനം അവരാഗ്രഹിച്ച ഡേറ്റിൽ തന്നെ അല്ലെ വീട് വെഞ്ചരിച്ചു. ആഗ്രഹിച്ച ഡേറ്റിൽ തന്നെ വീട് വെഞ്ചരിച്ച് കയറി താമസിച്ചു. 2000 സ്ക്വയർ ഫീറ്റ് വീട് മനോഹരം. 2000 സ്ക്വയർ ഫീറ്റ് വീട് കർത്താവ് കൊടുക്കുക. ഒരു പൈസ പോലും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം എല്ലാം ക്രമീകരിച്ചു. ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ളൊരു കാര്യമാണ്, ഈ ചുറ്റടി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ഇവിടെ വന്ന് ആര് ഏത് നിയോഗം വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നോ അവർക്ക് സാധിച്ചു കിട്ടും. അതിനകത്ത് ഒരു തർക്കവുമില്ല. 13 വർഷമായിട്ട് ആയിരക്കണക്കിന് അനുഭവങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് എത്രയോ പേര് ഇവിടെ ഓരോ അനുഭവങ്ങൾ പറയുന്നു. അത് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് വിശ്വസിക്കണം. ഈ മണ്ണ്, ഇവിടം, ഈ ചുറ്റടി കർത്താവ് ഉയർത്തിയ സ്ഥലമാണ്. ഇവിടെ വന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് നൽകും. ഹല്ലേലൂയ. You are my Lord.